ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെ ശ്രീമന്തം നടത്തുന്നതിനായിട്ട് ശാരദാമ്മയും സത്യഭാമയും എല്ലാവരുടെയും അരികിലേക്ക് ആ ഹാളിലേക്ക് ശ്യാമയെ കൂട്ടിക്കൊണ്ട് എത്തുന്നു. പീഠത്തിലിരുത്തിയതിനു ശേഷം സത്യഭാമയും ശാരദാമ്മയും സന്തോഷപൂർവ്വം മാറി നിന്നു. ഈ സമയത്ത് ശാലിനി വിഷ്ണുവിനോട് ആ സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ശാന്തിച്ചിയോടൊപ്പം ഓട്ടോറിക്ഷയിൽ നേരെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ ശാലിനി തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് വളരെ സന്തോഷത്തോടെ ശാന്തിച്ചിയോട് ചോദിച്ചു, ശാന്തിച്ചി, ഞാൻ അന്ന് സീമന്തം നടക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു അല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ഡോക്ടറുടെ ഇപ്പോഴത്തെ നിഗമനം അനുസരിച്ച് ഞാൻ അന്ന് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് വേണം കരുതുവാൻ എന്ന് ശാലിനി അറിയിക്കുന്നു. അത് കേട്ടതും ഉടനെ ശാന്തിച്ചി പറഞ്ഞു, ശരിയാ മോളെ, മോൾ അന്ന് പ്രഗ്നന്റ് ആയിരിക്കുന്നു, അതാണ് സത്യം എന്ന്. പക്ഷെ അക്കാര്യം മോൾ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് ശാലിനി ആകെ വിഷമത്തോടെ പറഞ്ഞു, ശാന്തിച്ചി, അപ്പോ ഞാനെന്ന് പറഞ്ഞത് വലിയൊരു തെറ്റായി പോയല്ലോ, അബദ്ധമായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോ ശാന്തിച്ചി പറഞ്ഞു, അത് സാരമില്ല മോളെ, ഇപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിനി വേണമെങ്കിൽ സീമന്തം നടത്താവല്ലോ, അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലോ എന്ന് ശാലിനിയോട് ശാന്തിച്ചി അറിയിച്ചു. ശാലിനി അപ്പോഴേക്കും തന്നെ അന്ന് സത്യാമ്മയുടെ മുന്നിൽ വെച്ച് വിഷ്ണു കളവ് പറഞ്ഞപ്പോ ഡോക്ടറുടെ അരികിലേക്ക് നിർബന്ധപൂർവ്വം സത്യാമ്മ കൊണ്ടുപോവുകയും ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് അന്ന് സത്യാമ്മ നിർബന്ധം പിടിച്ചതും ശാലിനിയുമായി അന്ന് ഡോക്ടറുടെ അരികിലേക്ക് പോയ കാര്യങ്ങളെല്ലാം ശാലിനി ഓർമ്മിച്ചു. ഡോക്ടർ അന്ന് പരിശോധനയ്ക്ക് ശേഷം ശാലിനി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതും ശാലിനിയെ കുറിച്ച് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ശാലിനിയാകെ ഞെട്ടലോടെ ഇരുന്നു. സത്യത്തിൽ അന്ന് താൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് ഡോക്ടർ കളവ് പറഞ്ഞതല്ല എന്നും അതിനുശേഷം വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ഫാമിലി ഡോക്ടറെ വിളിപ്പിച്ച് സത്യമ്മ വീണ്ടും തന്നെ പരിശോധിപ്പിച്ചതും അന്നും ആ ഡോക്ടർ കുഞ്ഞിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞതും കുഞ്ഞിനും ശാലിനിക്കും ഒരു കുഴപ്പവുമില്ല എന്ന്, കുഞ്ഞിന് ഇപ്പോൾ ഉണ്ടാകേണ്ട വളർച്ച അതേ രീതിയിൽ ആ തൂക്കം ഇപ്പോഴുണ്ട് എന്ന് ഡോക്ടർ അറിയിച്ചത് ശാലിനി ആ നിമിഷം ഓർത്തെടുത്തു. അങ്ങനെ ഓർത്തുകൊണ്ട് ശാലിനി വളരെ സന്തോഷത്തോടെ വിഷ്ണുവിനോട് ആ വാർത്ത പറയുന്നതിന് വേണ്ടി ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശാലിനിയുടെ വരവ് അറിയാതെ അവിടെ സീമന്തത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. ശ്യാമിക്ക് സീമന്തം നടത്തുന്നതിന് വേണ്ടിയുള്ള ആദ്യ മുന്നോടിയായിട്ട് നടത്തിയ പൂജകളെല്ലാം അവസാനിച്ചതിന് ശേഷം തിരുമേനി സത്യാമ്മയോടായി പറഞ്ഞു, ഇനിയും സീമന്ത ചടങ്ങ് ആരംഭിക്കാം. അപ്പോഴേക്കും സത്യാമ്മ മുന്നിലേക്ക് വന്ന് ശ്യാമയുടെ സീമന്ത ചടങ്ങ് ആരംഭിച്ചു. സത്യാമ്മ തന്നെ ശ്യാമയുടെ മുഖത്ത് മഞ്ഞൾ തേച്ചു കൊടുക്കുകയും സിന്ദൂരം തൊട്ടു കൊടുക്കുകയും അങ്ങനെ സീമന്തത്തിന്റെ ചടങ്ങുകളെല്ലാം സത്യാമ്മ ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിന്നീട് സത്യാമ്മയ്ക്ക് ശേഷം ശാരദാമ്മ വന്ന് അതുപോലെയെല്ലാം ചെയ്തു കൊടുത്തു. ഈ സമയത്ത് രോഹിത്തിന്റെയും ശ്യാമയുടെയും മനസ്സിലൂടെ കടന്നുപോയത് അന്ന് രോഹിത് നിർബന്ധപൂർവ്വം ശ്യാമയുടെ കഴുത്തിൽ താലി ചാർത്തിയതും അതിനുശേഷം രോഹിത്തുമായിട്ട് ഈ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തനിക്ക് വിരോധമുണ്ടെന്ന് പറഞ്ഞ് അന്ന് എല്ലാവരോടും ബഹളം വെച്ചതും വീട്ടുകാരോടും മറ്റുമായി അലമുണ്ടാക്കിയതും അതിനുശേഷം പിന്നീട് രോഹിത്തിനെ തഴഞ്ഞ് താൻ വീണ്ടും ആ ദീപകിന്റെ പിന്നാലെ പോയതും ദീപക് തന്നെ ഉപേക്ഷിച്ചെന്ന ആ അവസരത്തിൽ ജീവിതം അവസാനിപ്പിക്കാനായി ശ്യാമ തയ്യാറായപ്പോൾ അന്ന് രോഹിത് തന്റെ മനസ്സിലുള്ള ശ്യാമയോടുള്ള ഇഷ്ടം രോഹിത് ഹോസ്പിറ്റലിൽ വെച്ച് തുറന്നു പറഞ്ഞതും അതിനുശേഷം രോഹിത്തിനെ താൻ പ്രണയിച്ചു തുടങ്ങിയതുമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ച് ശ്യാമ ഓർമ്മിക്കുന്നു. അപ്പോഴേക്കും ശാലിനി തന്റെ സീമന്ത ചടങ്ങ് നടത്തിയ ആ നിമിഷം സത്യാമ്മ എത്ര സന്തോഷവതിയായിട്ടായിരുന്നു തന്നെ സീമന്ത ചടങ്ങിലേക്ക് അന്ന് കൊണ്ടുവന്നിരുത്തിയതും തന്നെ സ്നേഹത്തോടെ തനിക്ക് സീമന്ത ചടങ്ങ് നടത്തിയതുമൊക്കെ ശാലിനി ഓർമ്മിച്ചു. ഇത്രത്തോളം തന്നെ സ്നേഹിച്ച നിമിഷങ്ങൾ വേറെ ശാലിനിയുടെ ജീവിതത്തിൽ സത്യാമ്മയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും ശാലിനി ഓർമ്മിച്ചു. അങ്ങനെ ഓർത്തുകൊണ്ട് സീമന്തത്തിന്റെ ചടങ്ങുകളൊക്കെ അന്ന് നടത്തിയതെല്ലാം ഓർത്ത് ശാലിനി സന്തോഷത്തോടെ ഓയിലിരിക്കുമ്പോൾ ശാരികയും അരികിലേക്ക് വന്ന് ശ്യാമയുടെ സീമന്തം നടത്തുന്നു. പിന്നീട് എല്ലാവരും ആ ഒരു ചടങ്ങിൽ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ശാലിനി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അറിയാതെ വിഷ്ണു അപ്പോഴേക്കും തന്നെ മൊബൈൽ ഫോൺ അന്വേഷിച്ചു. അയ്യോ, മൊബൈൽ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണല്ലോ, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകുമോ എന്ന് ഓർത്തുകൊണ്ട് വിഷ്ണു വേഗം മൊബൈൽ ഫോൺ എടുക്കാനായി റൂമിലേക്ക് ചെല്ലുന്നു. റൂമിൽ ചെന്ന് മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയതും ശാലിനിയുടെ മിസ് കോളുകൾ വിഷ്ണു കാണാനിടയായി. ഇത്രയും തവണ എന്തിനായിരിക്കാം ശാലിനി വിളിച്ചത് എന്ന ആശങ്കയോടെ ഓർത്ത് ശാലിനി തന്നെ വിളിച്ചത് എന്തിനായിരിക്കും എന്നറിയാൻ വിഷ്ണു വേഗം തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് തിരികെ വിളിക്കുന്നു. ഓട്ടോയിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് വിഷ്ണുവിന്റെ കോള് വന്നതോടെ ശാലിനി വളരെ സന്തോഷത്തോടെ കോള് അറ്റൻഡ് ചെയ്തു. അയ്യോദാ, വിഷ്ണുവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി വേഗം കോൾ എടുത്തതും വിഷ്ണു ചോദിച്ചു, എന്താടോ താൻ എന്തിനാ എത്രയും തവണ വിളിച്ചത്? അപ്പോഴേക്കും ശാലിനി സന്തോഷത്തോടെ പറഞ്ഞു, വിഷ്ണുവേട്ടാ, ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക, എനിക്ക് വിഷ്ണുവിനോടൊരു കാര്യം പറയാനുണ്ട്, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, എന്താടോ, എന്താ കാര്യം? ഞാൻ ദാ വീടിനടുത്തെത്താറായി, വിഷ്ണുവേട്ടൻ പുറത്തേക്കൊന്ന് ഇറങ്ങി വരാവോ എന്ന് ചോദിച്ചതും ശരി ശരി, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം വാതിൽക്കലേക്ക് എത്തുന്നു.
ശാലിനി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അറിഞ്ഞതോടെ വിഷ്ണു വല്ലാത്ത ആശങ്കയിലുമായി. എന്തായിരിക്കും കാര്യം എന്നറിയാതെ ആശങ്കയോടെ വിഷ്ണു വേഗം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ശാലിനി ഫോൺ വെച്ച് കഴിഞ്ഞതും ശാന്തിച്ചു ചോദിച്ചു, അല്ല ഇക്കാര്യം പറയാൻ പാടില്ലായിരുന്നോ വിഷ്ണുവിനോട് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, എന്തായാലും നമ്മളെ വീട്ടിലെത്താറായില്ലേ, ഇനി വിഷ്ണുവിനോട് ഇക്കാര്യം ഞാൻ നേരിട്ട് പറയാം എന്ന് പറഞ്ഞ് ശാലിനി ആ സന്തോഷ വാർത്ത നേരിട്ട് പറയാനേ ആഗ്രഹിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി വീട്ടുപടിക്കലേക്ക് ഓട്ടോയിൽ വന്നിറങ്ങി. ഈ സമയത്ത് വിഷ്ണു വേഗം തന്നെ വാതുക്കലേക്ക് എത്തി. ശാലിനി വരുന്നു എന്ന് പറഞ്ഞത് കേട്ട് വിഷ്ണു അരികിലേക്ക് വന്നതും അപ്പോഴേക്കും ശ്യാമയുടെ സീമന്ത ചടങ്ങ് ഏകദേശം പൂർത്തിയായപ്പോഴേക്കും ശ്യാമയുടെ വയറിനകത്ത് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു തുടങ്ങി. ശ്യാമയ്ക്ക് വേദന തുടങ്ങിയതോടെ ശ്യാമ തന്റെ വയറ് അങ്ങ് മുറുകെ പൊത്തിപ്പിടിച്ചു. അപ്പോഴേക്കും പൂജ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ ശ്യാമ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും ആശങ്കകൾ നോക്കിയേക്കുമ്പോ വിഷ്ണു ശാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തി. ശാലിനി അപ്പോഴേക്കും വിഷ്ണുട്ട എന്ന് വിളിച്ചതും എന്താടോ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ശ്യാമ വയറിന് വേദന എടുത്ത് വല്ലാതെ നിലവിളിച്ചു. അമ്മേ എനിക്ക് വേദനിക്കുന്നമ്മേ എന്ന് പറഞ്ഞ് ശ്യാമ ബഹളം വെച്ചു. എല്ലാവരും ശ്യാമയ്ക്കരികിലേക്ക് ഓടിയെത്തി. രോഹിത്തും ശാരദാമ്മയും സത്യാമ്മയും പിന്നെ ശാരികയും എല്ലാം അരികിലേക്ക് വന്ന് മോളെ എന്താടാ പറ്റിയത് എന്ന് ചോദിച്ചു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ രോഹിത്തിനോട് ഉടനെ രാഘവൻ നായർ പറഞ്ഞു, രോഹിത്തെ വേഗം കാർ എടുക്കടാ, ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് അറിയിച്ചു. ഈ സമയത്ത് ശാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് വന്ന് വിഷ്ണുവിനോട് സന്തോഷത്തോടെ വിഷ്ണുവേട്ട എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് അറിയിച്ചു. എന്താ ശാലിനി എന്ന് ചോദിച്ചതും ഉടനെ ശാലിനി വിഷ്ണുവിന്റെ കൈ പിടിച്ച് തന്റെ വയറ്റത്തേക്ക് തൊടിയിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അകത്തു നിന്ന് അമ്മയെന്നുള്ള ശ്യാമയുടെ നിലവിളി കേട്ടു. ഉടനെ തന്നെ രോഹിത്തും സത്യാമ്മയും എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് വിഷ്ണു ശാലിനി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വേഗം അരികിലേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും എന്താ കാര്യം എന്നറിയാതെ വിഷ്ണു വേഗം ഓടി വന്നതും സത്യാമ്മ കാറിലേക്ക് കയറിയിട്ട് രോഹിത്തിനോട് കാർ എടുക്കാനായി പറഞ്ഞു. പ്രീതിയുടെ കാറിൽ കയറാനും പറഞ്ഞ് സത്യാമ്മ വേഗം ശ്യാമയുമായി അവിടെ നിന്ന് പുറപ്പെടുന്നു. ഉടനെ വിഷ്ണു പറഞ്ഞു, അമ്മേ ഞാൻ വണ്ടി എടുത്ത് പിന്നാലെ വന്നോളാം എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ജീപ്പിലേക്ക് കയറിയതും ശാലിനിയും ജീപ്പിലേക്ക് ഓടിച്ചെന്ന് കയറുന്നു. എന്താ കാര്യം എന്നറിയാതെ വിഷ്ണുവും ശാലിനിയും എല്ലാം അവിടുന്ന് പോകുന്ന സമയത്ത് ശാലിനിയോടൊപ്പം വന്ന ശാന്തേശി തന്റെ കയ്യിലിരുന്ന ആ സ്കാനിങ് റിപ്പോർട്ടും ആ സന്തോഷ വാർത്ത അറിയിക്കാനെത്തിയ ശാന്ത അക്കാര്യം പറയാനാകാതെ ശാലിനിയോടൊപ്പം വന്നിട്ട് അക്കാര്യം പറയാനാകാതെ ആകെ വിഷമത്തോടെ തന്റെ കയ്യിലിരുന്ന ശാലിനിയുടെ ആ റിപ്പോർട്ട് വേഗം കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് നോക്കി. അപ്പോഴേക്കും ശാന്തേച്ചിയെ കണ്ടതോടെ ശാരിക അരികിലേക്ക് വന്ന് വിളിച്ചു. ശാന്തേച്ചി ശാരികയോട് ആ വിളി കേട്ട് ശാന്ത മറുപടി ഒന്നും പറയാനാകാതെ വേഗം അവിടെ നിന്ന് പോകുന്നു. എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു. ഈ സമയത്ത് ശാന്തേച്ചിയും ശാലിനിയും എന്തിനായിരിക്കാം വന്നതെന്നറിയാതെ സംശയത്തോടെ എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്യാമയുമായി വേഗം ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഉടനെ രോഹിത്തിനോട് ശ്യാമയുടെ വേദന കണ്ട് സഹിക്കാനാകാതെ സത്യാമ്മ പറഞ്ഞു, രോഹിത്തെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോഴേക്കും ശരി ഞാൻ വേഗത്തിൽ പോകാം സത്യാമ്മേ എന്ന് രോഹിത് പറയുമ്പോൾ ശാരദാമ്മയും ശ്യാമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സത്യാമ്മയും അരികിലിരുന്നു. ഈ സമയത്ത് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു, എന്താ വിഷ്ണുവേട്ടാ, ശ്യാമയ്ക്ക് എന്താ പറ്റിയത്? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അറിയില്ല ശാലിനി, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് വേഗം തന്നെ സത്യാമ്മയുടെ ഫോണിലേക്ക് വിഷ്ണു വിളിച്ചു. അമ്മേ ഏത് ഹോസ്പിറ്റലിലേക്കാ പോകുന്നത് എന്ന് ചോദിച്ചു. കരുണ ഹോസ്പിറ്റലിലേക്കാണെന്ന് സത്യാമ്മ മറുപടി പറഞ്ഞതും ശരി ഞാനും അങ്ങോട്ട് ഞങ്ങൾ പിന്നാലെ ഉണ്ട് എന്ന് വിഷ്ണു പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. ഈ സമയത്ത് എന്താ കാര്യം എന്നറിയാതെ ശാലിനിയും ആശങ്കയിലായി. ശ്യാമ വല്ലാതെ നിലവിളിക്കുന്നത് കണ്ട് പ്രീതിയും സത്യാമ്മയും ശാരദാമ്മയും എല്ലാം ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമെന്ന് പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ വന്നതും ശാലിനിയും വിഷ്ണുവും കൂടി വേഗം ശ്യാമയോടൊപ്പം ആ ഹോസ്പിറ്റലിനകത്തേക്ക് പോകുന്നു. ശ്യാമയെ സ്ട്രെച്ചറിൽ കിടത്തി അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ശാലിനിയെ കണ്ട് സങ്കടപ്പെടുന്ന ശ്യാമയോട് ശാലിനി പറഞ്ഞു, എടി മോളെ നീ വിഷമിക്കാതെ, ഒന്നും സംഭവിക്കില്ല, നീ സമാധാനപ്പെട് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടി ഞാനല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് ശാലിനി ശ്യാമയെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും ശ്യാമ വയറ്റത്ത് കൈ പിടിച്ചുകൊണ്ട് കുഞ്ഞേച്ചി എനിക്ക് വല്ലാതെ വേദനിക്കുന്നു കുഞ്ഞേച്ചി, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ല എന്ന് ശ്യാമ പറയുന്നത് കേട്ട് ശാലിനി പറഞ്ഞു, മോളെ അങ്ങനെയൊന്നും ഇല്ലടി, നീ അതൊന്നും ഓർത്ത് ആശങ്കപ്പെടാതെ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല, നീ സമാധാനത്തോടു കൂടി ഇരിക്കെ എന്ന് പറഞ്ഞ് ശ്യാമയെ സമാധാനിപ്പിച്ചുകൊണ്ട് ശാലിനി വേഗം ഹോസ്പിറ്റലിനകത്തേക്ക് ICUവിനകത്തേക്ക് ശ്യാമയെ കൊണ്ടുപോകുമ്പോൾ വേദനയോടെ ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി എനിക്ക് വല്ലാതെ വേദനിക്കുന്നു കുഞ്ഞേച്ചി. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, നോക്കിക്കേ മോളെ, നിനക്കൊന്നും സംഭവിക്കില്ല, നിന്റെ കുഞ്ഞിനും ഒന്നും പറ്റില്ല, കുഞ്ഞേച്ചി അല്ലേ പറയുന്നത്, കുഞ്ഞേച്ചിനെ വിശ്വസിക്കേ എന്ന് പറഞ്ഞ് ശാലിനി
ശ്യാമയെ ധൈര്യം പകർന്നു കൊടുക്കാനായി ശ്രമിച്ചു. അപ്പോഴേക്കും ശാലിനിയുടെ കയ്യിൽ നിന്ന് ശ്യാമ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും കുഞ്ഞേച്ചി എന്ന് ശ്യാമ വീണ്ടും നിലവിളിക്കുന്നു. അങ്ങനെ ശ്യാമയെ അകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ശ്യാമയെ കയറ്റിയതിനു ശേഷം ശ്യാമയുടെ അവസ്ഥയോർത്ത് ആകെ വിഷമത്തോടെ എല്ലാവരും വാതിൽക്കൽ തന്നെ കാത്തുനിന്നു. ഈ സമയത്ത് ഡോക്ടർ അരികിലേക്ക് എത്തി, മോളെ നീ ഒന്ന് സമാധാനപ്പെട്ട് കിടക്ക്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ശ്യാമ വേദന കൊണ്ട് പുളയുന്നു. അപ്പോഴേക്കും ശാരദാമ്മയും മറ്റുള്ളവരും എല്ലാം പുറത്തു വന്ന പ്രാർത്ഥനയോടെ ശ്യാമയ്ക്ക് കുഞ്ഞിനും ഒന്നും പറ്റരുത് എന്ന സമാധാനത്തിൽ ആശ്വസിച്ചുകൊണ്ട് ഡോക്ടറുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റിൽ ശ്യാമയ്ക്ക് ഭേദമാകണേ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും വാതിൽക്കൽ തന്നെ കാത്തുനിന്നു. ശ്യാമ വേദന കൊണ്ട് പൊളയുന്നത് കണ്ട് ഡോക്ടർ ശ്യാമയോട് സമാധാനിക്കാനും ഇപ്പൊ തന്നെ മാറുമെന്നും പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അരികിൽ തന്നെ അവർ നിന്നു. ഈ സമയത്ത് എന്താ സംഭവിച്ചെന്നറിയാതെ ശാലിനി ആശങ്കയോടെ വിഷ്ണുവോട് ചോദിച്ചു, വിഷ്ണുവേട്ടാ എന്താ ശരിക്കും ശ്യാമയ്ക്ക് പറ്റിയത്, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അറിയില്ല എന്താ കാര്യമെന്ന്. അപ്പോഴേക്കും എല്ലാവരും ആകെ ടെൻഷനോടെ അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴേക്കും സുസ്മിത അവിടേക്ക് എത്തുന്നു. ഞാൻ കൃത്യസമയത്ത് തന്നെയാണല്ലോ എത്തിയത് എന്ന് സുസ്മിത മനസ്സിലാലോചിച്ചിട്ട് ഇത് തന്നെ കൃത്യസമയം എനിക്ക് എൻട്രി ആകാൻ പറ്റിയ നേരം എന്ന് ആലോചിച്ച് സുസ്മിത അകത്തേക്ക് വന്നു. എന്നിട്ട് സത്യാമ്മയുടെ അരികിലേക്ക് എത്തിപ്പറിച്ചു. ഗുഡ് മോർണിംഗ് ആന്റി. അത് കേട്ടതോടെ സത്യഭാമ കലിയോടെ സുസ്മിതയെ നോക്കി. മറ്റുള്ളവരെല്ലാം സുസ്മിത വരവിൽ അമർഷമുള്ളതുപോലെ എല്ലാവരും ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കി നിന്നു. അപ്പോഴേക്കും സുസ്മിത വന്നിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ വിഷയത് ശരിയായില്ലേ, കൃത്യസമയത്തല്ലേ ഞാൻ ഇങ്ങനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞത്. സത്യത്തില് ശ്യാമയ്ക്ക് ഇങ്ങനൊരു കുഴപ്പം ഉണ്ടായ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല, സോറി. എന്തായാലും ഈശ്വര ഇനി ഒരു ആപത്തും ശ്യാമയ്ക്ക് വരുത്തരുതേ, ഞാനും പ്രാർത്ഥിക്കാം. സത്യത്തിൽ നിങ്ങളോടൊക്കെ എനിക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത് എന്നൊക്കെ സുസ്മിത പറയുന്നു. അതെല്ലാം കേട്ട് ഒന്നും ഇഷ്ടപ്പെടാതെ വിഷ്ണുവും ശാലിനിയും ശാരദാമ്മയൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ സത്യാമ്മ നിനക്കിപ്പോ എന്താ വേണ്ടത് എന്ന് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, ഞാൻ അത് പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താ പറഞ്ഞ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ സത്യാമ്മ പറഞ്ഞു, അസത്തെ നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചതും സുസ്മിത വേഗം അരികിലേക്ക് വന്നു. അയ്യോ പിന്നെ ആന്റി ഞാൻ എന്ന് പറയുമ്പോൾ നിന്നോടല്ല ഞാൻ പറഞ്ഞത് എന്ന് സത്യാമ്മ ദേഷ്യപ്പെട്ടു. സത്യാമ്മ തന്നോടല്ല പറഞ്ഞെങ്കിൽ പിന്നെ താരോടെന്ന് ആശ്ചര്യത്തോടെ സുസ്മിത നോക്കുമ്പോൾ ശാലിനി മുന്നിൽ നിൽക്കുന്നത് ശാലിനിയോട് ചോദിച്ചു, നിന്നോടാ ഞാൻ ചോദിച്ചത്, നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് ശാലിനിയോട് ദേഷ്യപ്പെട്ടു. ചോദിച്ചത് കേട്ടില്ലേ, നീ എന്തിനാ വന്നത് എന്ന് ശാലിനിയോട് സത്യാമ്മ ദേഷ്യപ്പെടുമ്പോൾ ശാലിനി ഉടനെ തന്നെ അതിന് മറുപടി പറയാനാകാതെ നിൽക്കുന്നത് കണ്ട് സുസ്മിത പതുക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. എന്തായാലും എന്റെ വരവിന്റെ ഉദ്ദേശം സഫലമായി. അവളോട് ഇപ്പോ ആ സ്ത്രീക്ക് വല്ലാത്ത ദേഷ്യം തന്നെയാണ്. എന്തായാലും ഇനി ശാലിനി ഇവിടെ നിർത്തുകയില്ല. എന്റെ വരവ് കൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞല്ലോ എന്നെല്ലാം സന്തോഷിച്ചുകൊണ്ട് സുസ്മിത മാറി നിൽക്കുമ്പോൾ സത്യഭാമ ചോദിച്ചു, നീ എന്തിനാ വീണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നത്, ഒരു അപശകനം പോലെ, നിന്നെ ഇങ്ങോട്ട് ആരാ ക്ഷണിച്ചത് എന്ന് ചോദിച്ചത്. ഉടനെ വിഷ്ണു പറഞ്ഞു, അമ്മേ ശാലിനിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അമ്മ ഉപേക്ഷിച്ചെങ്കിലും ശാലിനി ശ്യാമയുടെ ചേച്ചിയാണ്, സഹോദരി എന്ന നിലയ്ക്ക് ശാലിനിക്ക് ഇവിടെ വരാം, ശ്യാമയെ കാണാം, അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ ഉടനെ സത്യാമ്മ പറഞ്ഞു, ദേ വിഷ്ണു നിന്നോട് ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞ് സത്യാമ്മ ദേഷ്യപ്പെടുമ്പോ വിഷ്ണു വീണ്ടും സത്യാമ്മയോട് മറുപടി പറഞ്ഞ് ദേഷ്യത്തോടെ ശാലിനിയെ എതിർക്കുന്നതിന് സത്യാമ്മയ്ക്ക് തക്കതായ മറുപടി നൽകാനായി വിഷ്ണു അരികിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ ശാലിനി തൽക്കാലം വിഷ്ണുവിനെ തടയുന്നു. വിഷ്ണുവേട്ട വേണ്ട എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ തടഞ്ഞു നിർത്തി. ഈ സമയത്ത് ഇങ്ങനെയൊരു ബഹളം ഹോസ്പിറ്റലിൽ വെച്ച് നടത്തുന്നതിനെ കുറിച്ച് വിഷ്ണുവിനെ ശാലിനി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. അപ്പോഴേക്കും സത്യാമ്മയുടെ പെരുമാറ്റത്തിൽ ശ്യാമയുടെ ഈ അവസ്ഥയിൽ പോലും സത്യാമ്മ ഇങ്ങനെ പെരുമാറുന്നത് കണ്ട് ശാലിനിയും ഒപ്പം ശാരദാമ്മയും വിഷ്ണുവും എല്ലാം ആകെ വിഷമിച്ചിരുന്നു. ഈ സമയത്ത് ശ്യാമ അവിടെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ശ്യാമയെ കയറ്റിയത് കണ്ട് സുസ്മിത മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു കാഴ്ച കണ്ടു. സത്യാമ്മ അവളോട് ദേഷ്യപ്പെടുന്നു. ആ ശാലിനിയെ എല്ലാവരെയും മുന്നിൽ വെച്ച് അപമാനിച്ച് ഇവിടുന്ന് പറഞ്ഞയക്കാനായി ശ്രമിക്കണം. ഇനി എനിക്ക് അറിയേണ്ടത് ആ ശ്യാമയുടെ കുഞ്ഞുകൂടി നഷ്ടമായെന്നുള്ള വാർത്തയാണ്. അതുകൂടി നീ ഒന്ന് കേൾപ്പിച്ചു തരണേ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുസ്മിത അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ട് ഡോക്ടർ വല്ലാത്ത ടെൻഷനിലായി. ഡോക്ടർ ഉടനെ ശ്യാമയോട് പറഞ്ഞു, മോളെ നിനക്ക് വേദന ഇപ്പൊ മാറും, അതിനുള്ള മെഡിസിൻ തന്നിട്ടുണ്ടല്ലോ, കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കേ എന്ന് പറഞ്ഞ് ശ്യാമയോട് സമാധാനത്തോടെ കിടക്കാനായി അവർ പറയുന്നു. അപ്പോഴേക്കും നേഴ്സും ശ്യാമയോട്, മോളെ കുറച്ചു നേരം കൂടി കുഞ്ഞെ നീ ഒന്ന് സമാധാനപ്പെട്, ഇപ്പൊ തന്നെ ഈ വേദന മാറും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ നടത്തിയ ടെസ്റ്റിന്റെ റിപ്പോർട്ട് കിട്ടി. ആ ടെസ്റ്റ് റിപ്പോർട്ട് ഡോക്ടറുടെ കയ്യിലേക്ക് നേഴ്സ് കൊണ്ടുവന്ന് കൊടുത്തതും ഡോക്ടർ അത് മുഴുവൻ നോക്കിയത് കണ്ട് ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് അബോർഷനുള്ള സിംറ്റംസ് ആണല്ലോ കാണുന്നത് എന്ന് ആശങ്കയോടെ അറിയിച്ചു. അത് കേട്ട ഉടനെ ശ്യാമ ആകെ വല്ലാത്ത അവസ്ഥയിലായി. ഡോക്ടർ അങ്ങനെ ഒരു കാര്യം പറയുന്നത് ഒരിക്കലും താൻ ഉൾക്കൊള്ളുകയില്ല എന്നും താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം കൂടി ആയതുകൊണ്ട് ശ്യാമയ്ക്ക് ആ ഒരു വാർത്ത വല്ലാതെ ഷോക്കാകുന്നു.